പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SERT ടെക്സ്റ്റ് ക്ലാസ് 6ലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്ററിൻ്റെ പേര് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ഇന്ത്യയും മധ്യകാല ഇന്ത്യയിൽ ഭരിച്ച പ്രധാന രാജവംശങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി എന്താണ് മധ്യകാലഘട്ടം എന്നാണ് പറയുന്നത്. CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കോമൺ ഏറ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ഈ മധ്യകാലഘട്ടത്തിൽ ഒരു പ്രധാന അധികാര കേന്ദ്രമായി വളർന്നു വന്ന നഗരമാണ് ഡൽഹി. ഡൽഹി അങ്ങനെ ഒരു അധികാര കേന്ദ്രമായി വളർന്നു വരാനുണ്ടായ കാരണങ്ങളാണ് സിന്ധു ഗംഗാ സമതലം. കാർഷിക പുരോഗതി വളരെ അധികമുണ്ടായിരുന്നു ഡൽഹി പ്രദേശങ്ങളിൽ. കാരണം സിന്ധു നദിയും ഗംഗാ നദിയും രൂപം കൊള്ളുന്ന സമതലം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അടുത്തത് യമുനാ നദി. യമുനാ നദി കാരണം ഡൽഹി പ്രദേശങ്ങളിൽ ധാരാളം ജലലഭ്യതയും ജലഗതാഗതത്തിന് അനുയോജ്യവും ആയിരുന്നു. അടുത്തത് ആരവല്ലി പർവ്വതനിര. മറ്റു ശത്രു രാജ്യങ്ങളിൽ നിന്നും ഡൽഹിയെ സംരക്ഷിച്ചിരുന്നത് എന്താണ്? ആരവല്ലി പർവ്വതനിരയാണ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഡൽഹി ആ സമയത്ത് മധ്യകാലഘട്ടത്തിൽ ഒരു പ്രധാന അധികാര കേന്ദ്രമായി ഉയർന്നു വന്നത്. CE 8-ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കീഴിൽ ഡൽഹി അധികാര കേന്ദ്രമായി മാറുന്നു. അപ്പോൾ CE 8-ാം നൂറ്റാണ്ടിലാണ് മധ്യകാലഘട്ടം ആരംഭിച്ചത്. അപ്പോൾ ഈ മധ്യകാലഘട്ടം ആരംഭിക്കുന്നത് രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ ഭരണം തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഡൽഹിയിൽ ആദ്യമായിട്ട് ഭരിച്ചതാണ് രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാർ. അതിനുശേഷം വന്നതാണ് ചൗഹാൻ രാജവംശം. ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോൾ അവസാനത്തെ രാജാവ് ചൗഹാൻ രാജവംശത്തിലെ പൃഥ്വിരാജ് ചൗഹാൻ. ഇനി രജപുത്രർ ആരൊക്കെയാണെന്ന് നോക്കാം. മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ. ഓക്കെ, ഇവരിൽ പ്രധാനികളായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ തൊമരന്മാരും ചൗഹാന്മാരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഗോറിലെ മുഹമ്മദ് ഡൽഹി ഭരണം പിടിച്ചടക്കി. അപ്പോൾ ഡൽഹിയിൽ ഭരിച്ചിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയാണ് ഗോറിലെ മുഹമ്മദ്, അല്ലെങ്കിൽ നമ്മൾ മുഹമ്മദ് ഗോറി എന്നൊക്കെ പറയുന്നുണ്ട്, ഡൽഹി ഭരണം പിടിച്ചടക്കി. അദ്ദേഹത്തിൻ്റെ സേനാ നായകനായിരുന്നു ആര്? കുത്തുബുദ്ദീൻ ഐബക്. അപ്പോൾ മുഹമ്മദ് ഗോറിയാണ് പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയത്. ആ കീഴടക്കിയ മുഹമ്മദ് ഗോറിയുടെ സേനാ നായകനായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്. ഈ കുത്തുബുദ്ദീൻ ഐബക് മുഹമ്മദ് ഗോറിയുടെ കാലശേഷം ഡൽഹി കേന്ദ്രമാക്കി സ്ഥാപിച്ച രാജവംശമാണ് മംലൂക്ക് രാജവംശം അല്ലെങ്കിൽ അടിമ രാജവംശം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അടിമ രാജവംശം എന്ന് പറയുന്നത്? ഈ കുത്തുബുദ്ദീൻ ഐബക് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് സേനാ നായകനാവുകയും അവസാനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഡൽഹി കേന്ദ്രമാക്കി പുതിയ രാജവംശം വരികയും ചെയ്തു. അതുകൊണ്ടാണ് ആ രാജവംശം അടിമ രാജവംശം, മംലൂക്ക് രാജവംശം എന്ന് അറിയപ്പെടുന്നത്. കോമൺ ഏറ 1206 മുതൽ കോമൺ ഏറ 1526 വരെ 4 രാജവംശങ്ങൾ ഡൽഹി ഭരിച്ചു. ഈ കാലഘട്ടം അറിയപ്പെടുന്നതാണ് സൽത്തനത്ത് കാലഘട്ടം അല്ലെങ്കിൽ സുൽത്താനേറ്റ് കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് 4 രാജവംശങ്ങൾ പ്രധാനമായിട്ടും ഡൽഹി ഭരിച്ചിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പറഞ്ഞ മംലൂക്ക് രാജവംശം അല്ലെങ്കിൽ അടിമ രാജവംശം പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്, ഇൽതുമിഷ്, ബാൽബൻ. പ്രധാനപ്പെട്ട രാജാക്കന്മാർ, സുൽത്താൻമാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടം സൽത്തനത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നിരുന്നത്. കുത്തുബുദ്ദീൻ ഐബക്, ഇൽതുമിഷ്, ബാൽബൻ എന്നിവരായിരുന്നു മംലൂക്ക് രാജവംശത്തിലെ പ്രധാനപ്പെട്ട സുൽത്താൻമാർ. ഖിൽജി വംശം അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു പ്രധാന സുൽത്താൻ. തുഗ്ലക് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട സുൽത്താൻമാർ. സയ്യിദ് വംശം ഖിസ്ർ ഖാൻ ആയിരുന്നു പ്രധാന സുൽത്താൻ. ലോധി വംശം ഇബ്രാഹിം ലോധി ആയിരുന്നു പ്രധാനപ്പെട്ട സുൽത്താൻ. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് ഡൽഹി ഭരിച്ച സുൽത്താനേറ്റ് ഭരണം ആരുടെയായിരുന്നു? ലോധി വംശത്തിൻ്റെതായിരുന്നു.
ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത്? അപ്പോൾ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച രാജവംശങ്ങളിൽ ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ഇൽതുമിഷ് ആണ്. ഇൽതുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളായിരുന്നു തങ്ക, ജിത്തൽ. തങ്ക എന്നത് വെള്ളി നാണയവും ജിതൽ എന്നത് ചെമ്പ് നാണയവും ആയിരുന്നു. ഇനി നമുക്ക് സുൽത്താന റസിയ ആരെന്ന് നോക്കാം. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽതുമിഷിന്റെ മകളായിരുന്നു റസിയ. ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താന റസിയക്ക് അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സുൽത്താനത്ത് കാലഘട്ടത്തിൽ ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് നോക്കാം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, തുഗ്ലക്ക് വംശത്തിലേത്. എന്നിട്ട് ആ ദേവഗിരിയുടെ പേര് ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ദേവഗിരിയുടെ പേര് ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു അവസാനമായിട്ട് ഡൽഹി ഭരിച്ചത് ആരായിരുന്നു? ഇബ്രാഹിം ലോധി ആയിരുന്നു. ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധി ആയിരുന്നു അവസാനമായി ഡൽഹി ഭരിച്ച സുൽത്താൻ. അപ്പോൾ 1526 ഏപ്രിൽ 26 അഫ്ഗാനിസ്ഥാനിലെ ബാബർ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സൽത്തനത്ത് ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പുതിയൊരു ഭരണം ഡൽഹി കേന്ദ്രമാക്കി വരികയാണ്. അതാണ് മുഗൾ ഭരണം. അപ്പോൾ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഏത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. മുഗൾ രാജവംശം ആരംഭിച്ച ചക്രവർത്തിയാണ് ബാബർ. ഇനി മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് ബാബർ, രണ്ടാമത് ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. അപ്പോൾ ഇവരാണ് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ. ഒന്നുകൂടെ പറയാം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇതിൽ ഔറംഗസീബാണ് ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച മുഗൾ രാജാവ്. അതുകൂടെ ഇതിൻ്റെ ഒപ്പം ഓർത്തിരിക്കുക. ഈ ഔറംഗസീബിന് ശേഷം മറ്റൊരു രണ്ടാം നിര മുഗൾ ഭരണമുണ്ടായിരുന്നു. എന്നാൽ മുഗൾ ഭരണത്തിൻ്റെ ആദ്യത്തെ മുഗൾ ഭരണത്തിൻ്റെ അത്ര പ്രശസ്തമായ ഒന്നല്ലായിരുന്നു അത്. അപ്പോൾ നിങ്ങൾ മുഗൾ ഭരണാധികാരികൾ പഠിക്കുമ്പോൾ ഇവർ 6 പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ആരാണ് ഷേർഷാ സൂരി എന്ന് നോക്കാം. CE 1540 മുതൽ CE 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാ സൂരി ആയിരുന്നു. അപ്പോൾ സൂർ വംശത്തിലെ ഷേർഷാ സൂരി മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ഭരണത്തിലെത്തിയത്. ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നതിനാൽ ഈ അവസരം ഉപയോഗിച്ച് CE 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ചു. അപ്പോൾ ബാബറിന് ശേഷം വന്ന ഹുമയൂണിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭരിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ ഷേർഷാ സൂരിയുടെ ആക്രമണത്തിൽ ഹുമയൂണിന് ഭരണം നഷ്ടമായി. എന്നിട്ട് ഷേർഷാ സൂരിയാണ് ഡൽഹി ഭരിച്ചത്. കുറേ നാളുകൾക്ക് ശേഷം ഷേർഷാ സൂരിയുടെ ശേഷം വന്ന രാജാക്കന്മാർ അത്ര ശക്തരായിരുന്നതിനല്ലാത്തതിനാൽ ഹുമയൂൺ തിരിച്ചു അധികാരം പിടിക്കുകയാണ് ഉണ്ടായത്. അക്ബർ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു മുഗൾ രാജവംശത്തിലെ. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം. മാൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് അക്ബർ. രാജാ മാൻസിംഗ് അക്ബറിന്റെ സേനാനായകനായിരുന്നു. രാജാ മാൻസിംഗ്. രാജാ തോഡർമാൾ അക്ബറിന്റെ ധനകാര്യമന്ത്രിയായിരുന്നു. ബീർബൽ അക്ബറിന്റെ സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമായിരുന്നു മഹേഷ് ദാസ്. അപ്പോൾ മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് അക്ബർ. രാജാ മാൻസിംഗ് അക്ബറിന്റെ സേനാനായകൻ. രാജാ തോഡർമാൾ അക്ബറിന്റെ ധനകാര്യമന്ത്രി. ബീർബൽ അക്ബറിന്റെ സന്തത സഹചാരിയായിരുന്നു. മഹേഷ് ദാസ് എന്ന യഥാർത്ഥ നാമം. ഇനി എന്താണ് അക്ബർ നാമ, ഐൻ ഇ അക്ബരി എന്നീ ഗ്രന്ഥങ്ങളെ കുറിച്ച് നോക്കാം. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൽ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർ നാമ. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അക്ബറുടെ മുൻഗാമികളെയും, രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെയും പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗമാണ് ഐൻ ഇ അക്ബരി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അക്ബർ നാമ എന്നതെന്താണ്? അക്ബറിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. 3 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ഐൻ ഇ അക്ബരി എന്ന് പറയുന്നത്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസീബിൻ്റെ കാലത്താണ്. അപ്പോൾ അവസാനത്തെ പ്രധാനപ്പെട്ട മുഗൾ രാജാവായിരുന്ന ഔറംഗസീബിൻ്റെ കാലത്താണ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത്.
ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചോള സാമ്രാജ്യത്തെക്കുറിച്ചാണ്. മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കി വളർന്നു വന്ന രാജവംശമാണ് ചോള രാജ്യം. CE 9-ാം നൂറ്റാണ്ടോടുകൂടെയാണ് ചോള രാജ്യം ദക്ഷിണേന്ത്യയിൽ ശക്തി പ്രാപിച്ചത്. നിലവിൽ വന്നത് പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ. ശക്തമായ നാവികസേനയായിരുന്നു ചോള രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ശക്തിയും പ്രത്യേകതയും. ഇന്ത്യ മാത്രമല്ല, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ വരെ ഈ ചോള രാജ്യത്തിന് എന്തുണ്ടായിരുന്നു? സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ പ്രധാന രാജാക്കന്മാർ രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ. CE 9-ാം നൂറ്റാണ്ടിലാണ് ഈ രാജവംശം ഉയർന്നു വന്നത്. ഇനി പറയാൻ പോകുന്നത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ്. CE 14-ാം നൂറ്റാണ്ടിലാണ് വിജയനഗര സാമ്രാജ്യം രൂപം കൊണ്ടത്. സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ എന്നിവരാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ. ഈ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ഇവരുടെ തലസ്ഥാനം ഹംപി ആയിരുന്നു. തുംഗഭദ്ര നദിക്കരയിലാണ് ഹംപി സ്ഥിതി ചെയ്തിരുന്നത്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. അപ്പോൾ വിജയനഗര സാമ്രാജ്യം CE 14-ാം നൂറ്റാണ്ടിൽ വന്നു. സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ. പ്രധാന ഭരണാധികാരി കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. ഹംപി തുംഗഭദ്ര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി CE 14-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപം കൊണ്ട മറ്റൊരു രാജവംശമാണ് ബാമിനി രാജവംശം. സ്ഥാപകൻ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. തലസ്ഥാനം ഗുൽബർഗ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലെ റെയ്ച്ചൂർ പ്രദേശം. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു രാജവംശമാണ് ബാമിനി. അതിൻ്റെ സ്ഥാപകനായിരുന്നു അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അവരുടെ തലസ്ഥാനമായിരുന്നു ഗുൽബർഗ. ഇനി CE 17-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്ര കേന്ദ്രമാക്കി, പൂനെ കേന്ദ്രമാക്കി വന്ന രാജവംശമാണ് മറാത്ത സാമ്രാജ്യം. വിന്ധ്യ, സത്പുര മലനിരകൾ, നർമ്മദ, താപ്തി നദികൾ എന്നിവയായിരുന്നു അതിർത്തി. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശത്താണ് മറാത്ത സാമ്രാജ്യം ഉയർന്നു വന്നത്. അതിർത്തികൾ വിന്ധ്യ, സത്പുര മലനിരകൾ, നർമ്മദ, താപ്തി നദികളായിരുന്നു. പ്രധാന ഭരണാധികാരിയായിരുന്നു ഛത്രപതി ശിവജി. ഇവരുടെ ആസ്ഥാനമായിരുന്നു പൂനെ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ചില രാജവംശങ്ങളും സ്ഥാപകരും ഭരണാധികാരികളെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തു. ആദ്യം പറഞ്ഞത് ഡൽഹി എങ്ങനെ ഒരു അധികാര കേന്ദ്രമായി മാറി എന്നതാണ്. പിന്നീട് തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമായത് എന്ന് പറഞ്ഞു. ഡൽഹി ആസ്ഥാനമായാണ് സൽത്തനത്ത് ഭരണം സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഡൽഹി ഭരിച്ച 4 സുൽത്താനേറ്റുകളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കി. അലാവുദ്ദീൻ ഖിൽജിയുടെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെയും ഭരണകാലത്ത് സൽത്തനത്ത് ഭരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. പിന്നീട് 1526-ലെ പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയ ബാബർ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബറും ഔറംഗസീബും പ്രധാന പങ്കുവഹിച്ചു. നമ്മൾ പറഞ്ഞു ഔറംഗസീബിൻ്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത്. പിന്നീട് പറഞ്ഞത് ബാമിനി രാജവംശം, വിജയനഗര സാമ്രാജ്യം, മറാത്ത സാമ്രാജ്യം എന്നിവയെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 6-ാം ക്ലാസ്സിലെ ടെക്സ്റ്റാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക്